സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധിയുടെ തൊട്ടടുത്ത ദിവസം നടപടി പ്രതീക്ഷിച്ചവരാണ് കാലതാമസം ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുകയല്ലേ ചെയ്യും. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അതിലൊരു ഡിലേ വരുന്നുണ്ടെന്നൊരു ആക്ഷേപമുണ്ട്. അതാർക്കാണ് ആക്ഷേപം? അത് സംബന്ധിച്ച് അതൊക്കെ ഒരു ദിവസം വിധി വന്ന് പിറ്റേ ദിവസം തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. സമൂഹത്തിലെ പ്രശ്നപരിഹാരത്തിന് തോക്കും ലാത്തിയുമല്ല ബുദ്ധിയാണ് പോലീസുകാർ ഉപയോഗിക്കേണ്ടതെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും പെൻഷൻ യാത്രയപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാമൂഹിക സ്വസ്ഥതയ്ക്ക് പോലീസ് ഉപയോഗിക്കുന്ന ഉപകരണം കായികശേഷിയാണെന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ ഏതിനെയും കീഴടക്കാനുള്ള ശക്തമായ ആയുധം ബുദ്ധിയാണ്, മന്ത്രി പറഞ്ഞു. കായിക ശേഷി കൊണ്ടല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു പ്രശ്നവുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധം തോക്കും വടിയും വാളും ഒന്നുമല്ല, ബുദ്ധിയാണ്. സമൂഹം മാനസികമായി വളരുമ്പോഴേ വികസനമുണ്ടാകൂ. ജനതയുടെ മാനസിക വളർച്ചയാണ് വികസനം. അതിൽ പോലീസിനുള്ള നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ് ചുമതല നിറവേറ്റാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് KP ടോംസൺ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അൽഖ്വയ്ദയിൽ ചേർന്ന മലയാളി കൊല്ലപ്പെട്ടതായി സൂചന. പാലക്കാട് ഹേമാംബിക സ്വദേശി അബു താഹിറാണ് മരിച്ചത്. AK ലതീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലതീഷ്, അബു താഹിർ കൊല്ലപ്പെട്ടെന്ന സന്ദേശം ബന്ധുക്കൾക്ക് എങ്ങനെയാണ് എത്തിയത്? ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്മ, ഈ മാസം 4-ന് സിറിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പാലക്കാട് സ്വദേശി അബു താഹിർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഖത്തറിലുള്ള ഇയാളുടെ ബന്ധുവിനാണ് സന്ദേശം ലഭിച്ചത്. അബു താഹിർ കൊല്ലപ്പെട്ടെന്നും ഖബറടക്കം കഴിഞ്ഞു എന്നുമായിരുന്നു സന്ദേശം. വിവരം കൈമാറിയ നമ്പറിലേക്ക് ഇനി ബന്ധപ്പെടരുതെന്ന മുന്നറിയിപ്പും സന്ദേശത്തിലുള്ളതായി സൂചനയുണ്ട്. അൽഖ്വയ്ദയുടെ പോഷക സംഘടനയായ ജബ്ഹത്ത് നസ്രയിലെ അംഗമായിരുന്നു അബു താഹിർ എന്നാണ് പറയപ്പെടുന്നത്. ഖത്തറിൽ ജോലി ചെയ്യവേ ഉംറയ്ക്ക് പോകുന്നുവെന്ന് കുടുംബത്തിന് സന്ദേശം നൽകിയാണ് ഇയാൾ 3 വർഷം മുമ്പ് ബന്ധുക്കളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി കുടുംബാംഗങ്ങൾക്കും അബു താഹിറിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മരണം സ്ഥിരീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോടനാട് കേസിൽ ദുരൂഹതയില്ലെന്ന് തമിഴ്നാട് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി AK ലതീഷ് ചേരുകയാണ്. ലതീഷ്, അന്വേഷണത്തിൽ പുരോഗതികൾ എന്തെങ്കിലും ഉണ്ടോ? ഒപ്പം ഈ വിഷയത്തിൽ ദുരൂഹത ഇല്ല എന്ന് പറയുന്നത് എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? കോടനാട് കവർച്ചക്കേസുമായി ബന്ധപ്പെട്ട പ്രതി സയന്റെ ഭാര്യയും മകളും ഇവിടെ ഇന്നലെ പാലക്കാട് കാറാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇല്ല എന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ രണ്ടുപേരുടെയും, വിനുപ്രിയയുടെയും അതേപോലെ തന്നെ മകൾ നീതുവിന്റെയും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടാവുക. കാരണം ഇന്നലെ പുലർച്ചെ 5:45 കൂടിയാണ് അപകടം ഉണ്ടായത്. ഇതിനു മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും മരിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. എന്തായാലും തമിഴ്നാട് പോലീസ് പാലക്കാട്ടെത്തി തെളിവെടുപ്പ് ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും അപകടം നടന്ന സ്ഥലവും അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട കാറും പരിശോധിച്ചു കഴിഞ്ഞു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മറ്റു വാർത്തകളിലേക്ക്. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ KPCC അധ്യക്ഷനെ നിശ്ചയിക്കാനാകാതെ ഹൈക്കമാൻഡ് വലയുന്നു. തിരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാട് A ഗ്രൂപ്പ് ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുമെന്ന് I ഗ്രൂപ്പ് മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. KPCC അധ്യക്ഷനെ നിശ്ചയിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി ചർച്ചയുടെ പരമ്പര തന്നെ നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞയാഴ്ച ചർച്ച നടത്തിയ K സുധാകരൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം. പാർട്ടി പ്രവർത്തകരുടെ വികാരം നിഴലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരമൊരു തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ നേതൃത്വത്തെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്നതിനാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് അതോറിറ്റി തടസ്സമല്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മൾ അനുകൂലമാണ്. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റീസ്.
ആ ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിൽ വെച്ചുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ കണ്ട ജില്ലാ അധ്യക്ഷന്മാരും MM ഹസനും സമവായത്തിന്റെ പാത സ്വീകരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആകെയുള്ളത് ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പല്ല, കഴിയുന്നിടത്തോളം ഒരു സമവായത്തിലൂടെ ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിലേറെ നീണ്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഇതാണ് ഹൈക്കമാൻഡിന് മുമ്പിലെ ചിത്രം. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഗ്രൂപ്പുകൾ രംഗത്ത്. അധ്യക്ഷനെ നിയമിക്കുന്നത് എളുപ്പമല്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ചർച്ചകൾ ഇനിയും നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുതിർന്ന CPI നേതാവും മുൻ MLAയുമായ പള്ളിപ്രം ബാലൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പള്ളിപ്രം ബാലൻ AYF താലൂക്ക് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. BKMU സംസ്ഥാന പ്രസിഡന്റ്, ട്രഷറർ, ഐപ്സോ, കേരള ആദിവാസി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി വേളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ 10 മുസ്ലിം ലീഗ് പ്രവർത്തകർ കസ്റ്റഡിയിൽ. കണ്ടാലറിയാവുന്ന 70ഓളം പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. കുറ്റ്യാടി വേളം പൂമുഖത്ത് ഇന്നലെ വൈകിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. SDPI വാഹനജാഥ തടയുന്നതിന്റെ മറവിലായിരുന്നു ലീഗ് ആക്രമണം. കുറ്റ്യാടി SI ശ്രീജിത്ത് ഉൾപ്പെടെ 13 പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. KAP ബറ്റാലിയന്റെ വാൻ തകർത്ത അക്രമികൾ പോലീസുകാരനെ വസ്ത്രം വലിച്ചുകീറി മർദ്ദിച്ചു. നിരവധി പോലീസ് വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 10 ലീഗ് പ്രവർത്തകരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 70ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പലരും ഒളിവിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. പ്രദേശത്ത് കൂടുതൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൈവേ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസമായി കേന്ദ്രം അലംഭാവം കാട്ടുന്നതായി പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ. ഇതുമൂലം ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതാണ് പണി പൂർത്തീകരിക്കാൻ കാലതാമസമുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതാ വികസനത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് സ്ഥലമേറ്റെടുത്ത് വികസനവുമായി മുൻപോട്ടു പോകുമ്പോൾ പൊതുസ്ഥലം കയ്യേറി വികസനം തടസ്സപ്പെടുത്തുന്നവരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ദേശീയപാതാ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയായ ദേശീയപാതയിൽ അനുവാദമില്ലാതെ, ലൈസൻസ് ഇല്ലാതെ അവിടെ കയറി കുറേ കാലം എന്തെങ്കിലും കച്ചവടം നടത്തി. അതൊക്കെ സാധാരണക്കാരാണ്, പാവങ്ങളാണ്, നമുക്ക് തർക്കമില്ല. പക്ഷേ അവരുടെ വകയെ അത് ചെല്ലു ബാധിക്കുകയാണ്. അവിടുന്ന് മാറത്തില്ലെന്ന് പറയും. എന്താ സ്ഥിതി? പിന്നെ അങ്ങനെ 4 വരിയാക്കും. ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ്. തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റായത് കൊണ്ട് ഞങ്ങളത് നടപ്പിലാക്കാനൊന്നും പോകുന്നില്ല. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചത്. ഇതിൽ അമർഷം പൂണ്ട ഒരു വിഭാഗം കരാറുകാർ തനിക്കെതിരെ ഭീഷണിക്കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. ഒരു സംഘടന, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, അയാൾ പറയുകയാണ് സോഷ്യൽ ഓഡിറ്റുമായി മുന്നേറിയാൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമെന്ന് ഉറപ്പ് വേണ്ട. മന്ത്രി എഴുതുകയാണ്. ഒരു ചെറുകിട കോൺട്രാക്ടർമാരാ. അവിടെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കും. കഷ്ടപ്പാടെന്ന് ഞങ്ങളോട് ആരും പറയണ്ട. ഞങ്ങളാരും മന്ത്രിയാവാനും ജനിച്ചവരല്ല. മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് അവകാശമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾക്ക് പ്രണാമം അർപ്പിച്ച് ചിത്രപ്രദർശനം. അർജുൻ വരച്ച 100-ലധികം ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കുട്ടിക്കാലം മുതൽ വരകളുടെ ലോകത്തായിരുന്നു അർജുൻ ദാസ്. ചെറുപ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ 100 കണക്കിന് ചിത്രങ്ങൾ അർജുൻ വരച്ചിട്ടു. വരകളുടെ പുതിയ ലോകം തേടിയുള്ള യാത്രക്കിടെ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ സിക്കിമിലെ തീസ്ത നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ആ യുവപ്രതിഭയുടെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവച്ചാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ അവനെ കാണുന്നത്. ഈ ലോകത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മകൻ മരിച്ചിട്ടില്ല, ഒരു കലാകാരന് മരണമില്ല എന്നുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചിത്രങ്ങളിലൂടെ അർജുൻ്റെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കുമെന്നും അർജുനെ അറിയാത്തവർക്ക് ചിത്രങ്ങളിലൂടെ അവനെ അടുത്തറിയാനാകുമെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത സംവിധായകൻ ഹരികുമാർ പറഞ്ഞു. ഈ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
അർജുനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, അർജുനെ ഒരിക്കലും അടുത്തറിഞ്ഞിട്ടില്ലാത്തവർ ഒരു മഹാ ജീനിയസിനെ തീർച്ചയായിട്ടും ഈ രചനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ കണ്ടെത്തുകയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി മെയ് 2-ന് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISL ചേർന്ന മലയാളി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം. പാലക്കാട് സ്വദേശി യഹിയ എന്ന ബസ്റ്റിൻ കൊല്ലപ്പെട്ടതായാണ് സന്ദേശം ലഭിച്ചത്. കാസർഗോഡ് നിന്നും കാണാതായവരുടെ ബന്ധുക്കൾക്കാണ് സന്ദേശം ലഭിച്ചത്. കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെ നംഗഹാർ IS ക്യാമ്പിലെത്തിയ 22 അംഗ സംഘത്തിലെ യുവാവാണ് പാലക്കാട് യാക്കര സ്വദേശി ബെസ്റ്റിൻ. സഹോദരൻ ബെക്സിൻ എന്ന ഇസയും കാസർഗോഡ് പടന്നയിൽ നിന്നുള്ള സംഘത്തിനൊപ്പം അഫ്ഗാനിസ്ഥാനിൽ എത്തിയിരുന്നു. ഈ സഹോദരന്മാരുടെ ഭാര്യമാരായ എറണാകുളം സ്വദേശിനി മെറിൻ, തിരുവനന്തപുരം സ്വദേശി നിമിഷ എന്നിവരും IS ക്യാമ്പിലേക്ക് പോയിരുന്നു. ഇവർ 4 പേരും മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. യഹിയ കൊല്ലപ്പെട്ടതായി സംഘാംഗമായ അഷ്ഫാഖ് മജീദാണ് കാസർഗോഡ് പടന്നയിലെ ബന്ധുക്കളെ ഫോൺ സന്ദേശം വഴി വിവരമറിയിച്ചത്. ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് സൂചന. നേരത്തെ പടന്ന സ്വദേശികളായ അഫിസുദ്ദീൻ, മോർഷിദ് മുഹമ്മദ് എന്നിവരും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവർ കൊല്ലപ്പെട്ട വിവരവും അഷ്ഫാഖ് മജീദാണ് ടെലിഫോൺ സന്ദേശം വഴി ബന്ധുക്കളെ അറിയിച്ചത്. കൂടുതൽ മലയാളികൾ കൊല്ലപ്പെട്ടതായി സൂചനയില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് കാസർകോട്ടെ തുളുനാടൻ ഗ്രാമപഞ്ചായത്തായ മീഞ്ച. വില കൊടുത്തുപോലും കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ. പരിമിതമായ ബദൽ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയെങ്കിലും പ്രശ്നം പരിഹാരമാകുന്നില്ല. കർണാടക അതിർത്തി പ്രദേശമാണ് കാസർഗോഡ് മീഞ്ച ഗ്രാമപഞ്ചായത്ത്. ആദിവാസികളും കർഷക തൊഴിലാളികളുമായ ദരിദ്ര ജനവിഭാഗങ്ങളാണ് കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രയാസം ഏറെ അനുഭവിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുമ്പ് നടപ്പാക്കിയ ജലവിതരണ പദ്ധതിയിൽ പോലും വെള്ളമില്ല. പഞ്ചായത്ത് വക കിണറുകളും വറ്റിവരണ്ടു. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ജലവിതരണ സംവിധാനവും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിയാപദവ്, ബേറിക്ക, ചിഗുറുപാത, കുളൂർ എന്നിവിടങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. 5 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഒരു 30 വീടുണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഭയങ്കര ക്ഷാമത്തിലുള്ളത്. ഇവിടെ കിണറുണ്ട്, വെള്ളമില്ല മാത്രം. ഇത് ബൊവ്വത്ത് മാത്രം ഉണ്ട്. ഇത് വേണിക്കാലം വരുമ്പോക്ക് ഒരു നവംബറിന് പിന്നെ വെള്ളം ആറുന്നു. ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളമില്ല. ഏറെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. വെള്ളത്തിന്റെ സ്രോതസ് മുമ്പൊരു കുടിനീര് പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും നിന്നു. വെള്ളം ഇല്ല, ഇപ്പൊ വരുന്നില്ല. കിണറെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെ, ഞങ്ങള് 1000 ലിറ്റർ വെള്ളത്തിന് 550 രൂപ കൊടുക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണ സംഭരണികൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചുവെങ്കിലും ആവശ്യത്തിന്റെ 4/1 വെള്ളം പോലും എത്തിക്കാനാകുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ ജലവിതരണക്കാരെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ആശ്രയം സർക്കാർ സംവിധാനം മാത്രം. നിലച്ചതും നിർമ്മാണത്തിലുള്ളതുമായ ജലവിതരണ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടുത്ത വേനലിലും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നവരാണ് പത്തനംതിട്ട ചിറ്റാർ പമ്പ് കോളനിവാസികൾ. സ്വകാര്യ ജലവൈദ്യുതി ഉൽപാദന കമ്പനി വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പമ്പാ നദിയിലെ തങ്ങളുടെ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർത്തിയതോടെ ഏത് നിമിഷവും ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. അടുത്ത കാലത്ത് കാരിക്കയത്ത് പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ജലവൈദ്യുത ഉൽപാദന യൂണിറ്റിന് സമീപമായാണ് പാമ്പിനി പട്ടികവർഗ കോളനി. 18 കുടുംബങ്ങളാണ് ഇവിടെ സ്ഥിരതാമസമായി ഉള്ളത്. പദ്ധതിയുടെ ഭാഗമായി ചില കുടുംബങ്ങൾ സ്വകാര്യ കമ്പനിക്ക് ഭൂമിയും നൽകിയിരുന്നു. 2 മാസം മുൻപ് വൈദ്യുതി ഉൽപാദനം തുടങ്ങിയപ്പോൾ ഡാമിലെ ജലനിരപ്പ് ഉയർത്താനായി വെള്ളം കെട്ടിനിർത്തിയതോടെയാണ് ഇവരുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം കയറാൻ തുടങ്ങിയത്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 49 അടിയാണ്. ഇത്രയും ഉയർത്തിക്കഴിഞ്ഞാൽ കോളനിയും മിക്ക വീടുകളും വെള്ളത്തിനടിയിലാകും. കിണറുകളിലേക്ക് മാലിന്യം കലരുന്നുവെന്നും പരാതിയുണ്ട്. കോളനി നിവാസികൾക്കായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കുമെന്നായിരുന്നു കമ്പനി സർക്കാരിന് ഉറപ്പു നൽകിയിരുന്നത്. ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അർഹമായ പ്രതിഫലം കിട്ടില്ലെന്നും പരാതിയുണ്ട്. അർഹമായ പ്രതിഫലം നൽകാതെ ജലനിരപ്പ് ഉയർത്തി താമസക്കാരെ പുറത്തു ചാടിക്കാനാണ് കമ്പനിയുടെ നീക്കമെന്ന് കോളനി നിവാസികൾ പറയുന്നു. പ്രശ്നപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി കോടിമാത കൊടൂരാറ്റിൽ പോളശല്യം രൂക്ഷം. ജില്ലയിലെ അഡ്വഞ്ചർ വാട്ടർ ടൂറിസത്തിനെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും കോടിമത കൊടൂരാറ്റിലുമാണ് പോളശല്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബോട്ട് സർവീസിനെ ബാധിക്കുന്ന പോളശല്യം ടൂറിസം മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. വേനലവധിക്ക് കായൽ സൗന്ദര്യം നുകരാനെത്തുന്നവർക്ക് പോള നിറഞ്ഞതോടെ കായൽ യാത്ര ദുഷ്കരമായി. ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ വാട്ടർ ടൂറിസത്തിനായി വാങ്ങിയ പെഡൽ സ്റ്റീൽ ബോട്ടുകൾ ഉപയോഗശൂന്യമായി.
ജില്ലയുടെ ടൂറിസം വികസനത്തിന് പുതിയ കാൽവയ്പായി തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസത്തിന് കോടിമതയിലെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. വളരെ പ്രതീക്ഷകളോടെയാണ് കോട്ടയം വാട്ടർ പാർക്കിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ പോള കാരണം വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന് എത്രയും വേഗം അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പോള നീക്കം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോട്ടയം നഗരസഭയടക്കമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ പിൻവലിയുകയാണ്. ഉപ്പുവെള്ളം കയറി പോള ചെയ്യുന്നതിനാൽ കുളിക്കാനും മറ്റും കൊടൂരാറ്റിനെ ആശ്രയിക്കുന്ന ജനങ്ങളും ദുരിതത്തിലാണ്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.